വലിയ വില കൊടുത്തിട്ടൊന്നും ഇനി ദുബായിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് ഇനി മേടിക്കണ്ട കേട്ടോ. നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് പിസ്താഷ്യോ കുനാഫ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ തൊണ്ട് കളഞ്ഞിട്ട് ഒരു കപ്പോളം പിസ്താഷ്യോസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഏകദേശം 250 ഗ്രാമോളം വരും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോഴേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് നന്നായി സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ മേലെയുള്ള സ്കിന്നൊന്ന് പോകാനായിട്ട് ഇതുപോലൊരു ക്ലോത്തിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ മേലെയുള്ള സ്കിന്നൊക്കെ ഒന്ന് ഇളകി വരും. ഇതൊക്കെ കണ്ടോ, ഇതിൻ്റെ മുകളിലുള്ള സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് റിമൂവ് ആക്കി എടുക്കണം. ഇളകി വരാത്ത നമുക്ക് കൈ കൊണ്ട് തന്നെ റിമൂവ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എല്ലാം നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിൽ ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. ഇതിൻ്റെ ഒരു ലൂസ് അനുസരിച്ചിട്ട് ഫ്രഷ് ക്രീം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പോഴും നമ്മൾ ക്രീം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ വീണ്ടും ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ മധുരത്തിനായി 2 മിൽക്കി ബാറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രീം കൂടെ അടിച്ചെടുത്തിട്ട് അത്യാവശ്യം ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനിയും ലൂസ് വേണമെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ ക്രീം ഇപ്പോൾ കുറച്ച് ഗ്ലേസിങ് ആയിട്ട് എടുക്കാൻ വേണ്ടി 1 ടീസ്പൂണോളം ബട്ടറും ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ക്രീം കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ 3 മന്ത് വരെയൊക്കെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുനാഫ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് 1 കപ്പോളം വളരെ തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ്, സേമിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കുനാഫ വെർമിസെല്ലി എന്നൊക്കെ പറഞ്ഞ് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും. നമുക്കിതൊന്ന് നല്ല ഗോൾഡ് കളർ വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഗോൾഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പിസ്താഷ്യോയുടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നമ്മുടെ ഈ ഒരു സേമിയ ഫില്ലാവുന്ന രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനിപ്പോൾ നല്ല ജ്യൂസി ആയിട്ട് വരണമെങ്കിൽ കുറേ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നമ്മൾ പിസ്താഷ്യോയുടെ ക്രീം. ഇനി നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മെല്ലോയുടെ മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് കോമ്പൗണ്ട് ആണെങ്കിലും അത് യൂസാക്കാം. പക്ഷേ മിൽക്ക് കോമ്പൗണ്ട് തന്നെ എടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാമോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അളവിൽ നമുക്ക് 2 ചോക്ലേറ്റ് ബാർ ഉണ്ടാക്കാം. ഇത് നമുക്ക് മെൽറ്റാക്കാൻ എളുപ്പത്തിന് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് മെൽറ്റാക്കി എടുക്കുന്നത്. നിങ്ങൾക്കിനി മൈക്രോവേവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മോൾഡ് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. നമ്മൾ ഈ ചോക്ലേറ്റ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ വേണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ തിൻ ലെയറായിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചോക്ലേറ്റ് എല്ലായിടത്തും എത്തിയ ശേഷം നമുക്ക് ഈ ബാലൻസ് ഉള്ളത് ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ട് വരാം. ഫ്രീസറിലൊന്നും വെക്കണ്ട, താഴെ തന്നെ വെച്ചാൽ മതി. സെറ്റായി വന്ന ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കുനാഫയുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതും ഇതുപോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റോളം സെറ്റാക്കാൻ വെക്കാം. കറക്റ്റ് ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച ശേഷം നമ്മൾ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊട്ടി പോവാണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ പൊട്ടിക്കാനൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കഴിക്കാൻ തോന്നിയാൽ ഇനി വലിയ വില കൊടുത്തിട്ടൊന്നും ഇനി പുറത്തുനിന്ന് മേടിക്കണ്ട. ദുബായ് ചോക്ലേറ്റിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല, എന്നാലും കഴിക്കാൻ തോന്നിയാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബാലൻസ് വന്ന ഫില്ലിങ്ങിൽ കുറച്ച് ന്യൂട്രല്ല കൂടെ ചേർത്തിട്ട് ഒരു ബാർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ് ഇപ്പോൾ ഇത് കട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇതൊന്ന് മെൽറ്റ് ആയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.